കാസർഗോഡ് ജില്ലയിൽ അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തി എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഹൈക്കോടതിയിലേക്ക്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ CPIM-നെ സഹായിക്കുന്ന രീതിയിൽ വിഭജനം നടത്തിയെന്നാണ് ആരോപണം. കള്ളാർ ഡിവിഷനിലെ പരാജയത്തിനു കാരണം കള്ളവോട്ടാണെന്നും DCC അധ്യക്ഷൻ PK ഫൈസൽ 24-നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സംസ്ഥാന വ്യാപകമായി UDF നേട്ടം കൊയ്തപ്പോഴും കാസർഗോഡ് ജില്ലയിൽ UDF-ന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഭരണം ലഭിച്ച ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിച്ചത് മാത്രമാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എടുത്തു പറയാവുന്ന നേട്ടം. ജില്ലാ പഞ്ചായത്ത് ഇത്തവണ പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു UDF ജില്ലാ നേതൃത്വം. എന്നാൽ നേതാക്കൾ പ്രതീക്ഷ പുലർത്തിയിരുന്ന കള്ളാർ ഡിവിഷനും പിലിക്കോട് ഡിവിഷനും ചെറുവത്തൂർ ഡിവിഷനും UDF-നെ കൈവിട്ടു. കള്ളാറിൽ 221 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി ടിമി സ്റ്റീഫൻ പരാജയപ്പെട്ടത്. കോടോമ്പേളൂർ പഞ്ചായത്തിൽ CPIM 1000 കള്ളവോട്ടുകൾ ചെയ്തുവെന്നാണ് DCC അധ്യക്ഷൻ PK ഫൈസലിന്റെ ആരോപണം. CPM-ന് 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വാർഡ് വിഭജനം നടന്ന ഒരു ഡിവിഷനായിരുന്നു കള്ളാർ ഡിവിഷൻ. അവിടെ 220 വോട്ടിനാണ് തോറ്റിട്ടുള്ളത്. അവിടെ നമ്മളിപ്പോൾ ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇപ്പോൾ അവിടെ 1000-ലധികം വോട്ടുകൾ CPM-ന്റെ ശക്തി കേന്ദ്രമായ കോടോമ്പോളൂർ പഞ്ചായത്തിൽ CPM ചെയ്തതായി മനസ്സിലാക്കുന്നു. കള്ളാർ ഡിവിഷനിൽ റീകൗണ്ടിംഗ് ആവശ്യപ്പെട്ട് വരണാധികാരിക്ക് മുൻപിൽ എത്തിയപ്പോഴേക്കും വിജയിയെ പ്രഖ്യാപിച്ചെന്നും കള്ളവോട്ട്, വാർഡ് വിഭജനത്തിലെ അപാകത എന്നിവ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.